ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ നമുക്കൊപ്പം ചേരുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അത് പോലീസ് അടക്കം ഈ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണോ? ഇത്ര ദിവസമായിട്ടും പ്രധാന പ്രതികൾ അറസ്റ്റിലായിട്ടില്ല. അപ്പോഴും ഒരു 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായ അന്വേഷണം പോകുന്നുണ്ട് എന്നതിന്റെ സൂചനയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പോലീസ് ഇതിനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. അത് ഇപ്പോഴല്ല, അത് ആദ്യ സമയത്ത് അവന്റെ ബോഡി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന സമയത്ത്, ആ സമയത്ത് ഇതിനെ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിച്ചു. അവിടെ വെച്ചിട്ട് വൈത്തിരി SI ഇവിടുന്ന് പോയ ആൾക്കാരോട് പറഞ്ഞു, ഇതൊരു ആത്മഹത്യയാണ്, നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾ ബോഡി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു വേറെ സംശയിക്കേണ്ട കാര്യമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു പരാതി അവർ കൊടുത്തു. ഇവിടുന്ന് പോയ ആൾക്കാർ, ഞാൻ പോയിട്ടില്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു ആ സമയത്ത്. ഇവിടുന്ന് പോയ ബന്ധുക്കൾ ഒരു പരാതി കൊടുത്തിട്ട് തിരിച്ചു വന്നു. ആ വരുന്ന സമയത്ത്, പൊതുദർശനത്തിന് വച്ചിട്ട് വരുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് നല്ലതായ സുഹൃത്തുക്കള് ഇവിടുന്ന് പോയ ആൾക്കാർക്ക്, എന്റെ അളിയൻ ഉൾപ്പെടെ പോയത്, അവർ കുറച്ച് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഈ നമ്പറിൽ വിളിക്കണം, ഈ നമ്പറിൽ വിളിക്കണം, ഈ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം, സിദ്ധാർത്ഥന്റെ ആത്മഹത്യയല്ല എന്ന് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് സംശയങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേ അറിയുന്നത് ക്രൂരമായ റാഗിങ്ങിലോ 3 ദിവസമായിട്ട്, മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ, 3 ദിവസം മുമ്പ് മുതൽ ക്രൂരമായ റാഗിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റൂമിനകത്തിട്ട് ഇവന്റെ സഹപാഠികൾ ഉൾപ്പെടെ, പഠിക്കുന്ന റൂംമേറ്റ്സ്, ക്ലാസ്മേറ്റ്സ് മാത്രമല്ല റൂംമേറ്റ്സും പിന്നെ സീനിയേഴ്സ്, സിഞ്ചു എന്ന് പറയുന്ന ഒരു സീനിയർ ഉണ്ട്, അവന്റെ നേതൃത്വത്തിലും സഹപാഠികളും അവരെല്ലാരും കൂടെ ചേർന്നിട്ട് ക്രൂരമായി റാഗിയെ കൊന്നെന്നാ പറഞ്ഞത്. അതിൽ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉന്നയിച്ച കുറച്ച് പേരുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയ വിവരങ്ങളും. അല്ല, ഈ പോലീസ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്, അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? കാരണം ഈ 11 ദിവസമായിട്ട് ഈ 12 പ്രതികൾ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമില്ലേ? കുറച്ച് സമയം തോന്നുന്നു. രമേശ് ചെന്നിത്തല സാറ് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് സാർ എന്നെ വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതിയാവോ?